കഴിഞ്ഞ ആഴ്ച ഈ ഒളിച്ചോട്ടം ഉണ്ടാക്കിയ ഓളൊന്നും കേരളത്തിൽ വേറൊരു വാർത്ത ഉണ്ടാക്കിയിട്ടില്ല. സംഭവം നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പുതുതലമുറ എറണാകുളം ബേസ് ആയിട്ടുള്ള ചില സംവിധായകരുടെ സിനിമയുടെ പ്രമേയത്തിൻ്റെ അപ്പുറമൊന്നും ഈ വാർത്തയൊന്നുമില്ല. സംഭവം സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം പെങ്ങൾ ഒളിച്ചോടിപ്പോയി. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചില സിനിമകളിൽ പുരോഗമനം എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഞെട്ടാത്ത മലയാളിയൊന്നും ഇത് കാണുമ്പോൾ ഞെട്ടുകയൊന്നും വേണ്ട. അത് പുരോഗമനമാണെന്ന് പറയുന്ന മലയാളിയൊന്നും ഇതിനെ വലിയ രീതിയിൽ ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ഒളിച്ചോടി പോകാൻ നേരത്ത് ഇതിൻ്റെ പേര് വേറെ പലതും നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ നാറി എന്നുള്ളതല്ലേ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ നാറി ലോകം മുഴുവന് അറിയുന്ന രീതിയിൽ ഇവർ ഒളിച്ചോടിയത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിലേ അറിയത്തുള്ളൂ. ഇപ്പം ഇനി ലോകത്ത് മലയാളി എവിടെയൊക്കെ ഉണ്ടോ, ആ മലയാളി എവിടെല്ലാം ജീവിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുഖം അറിയാം. ഇവരൊക്കെ ഇതെടുത്ത് എൻ്റെ സോഷ്യൽ മീഡിയയിലിട്ട് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാത്തൊരു കാര്യം, ഇവരെന്തിനാണ് ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ കുറേ കൗണ്ടർ അടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വോയിസ് വരുന്നുണ്ട്. ഈ പെൺകുട്ടി മുസ്ലിം ആകാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒളിച്ചോടിയതിന് ശേഷം ഈ പെൺകുട്ടിയെ മറ്റേ പുള്ളിക്കാരൻ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ ഹിസ്റ്ററിയും ഇവരുടെ DNA വരെ പുറത്തു വരുന്ന രീതിയിലൊക്കെയാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി വാല്യൂ നഷ്ടപ്പെടുന്നതിൻ്റെ അവസ്ഥയാണ്. ഇപ്പം നമ്മളൊരു ഫാമിലി ജീവിക്കുന്നു. ഈ ഫാമിലി ജീവിക്കാൻ നേരത്ത് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരോടുള്ള നമുക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നഷ്ടപ്പെടുമ്പോൾ ഇതിനകത്തെ കാര്യം, ഈ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ചേച്ചിയോടുള്ളൊരു വാല്യൂ ഉണ്ട്. ഒരു സ്വന്തം രക്തമാണ് അവർ എന്നുള്ള രീതിയിലൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ചേട്ടൻ ഡയലോഗ് അടിച്ച് വരാൻ നേരത്ത് പെൺകുട്ടി മോനെ തിരിച്ച് ഓടിക്കോ എന്ന് പറയായിരുന്നു. നേരെ തിരിച്ച് പെൺകുട്ടി അയാളെയാണ് സമീപിക്കുന്നതെങ്കിൽ സ്വന്തം ഭാര്യയുടെ പെങ്ങളാണ് മോളെ നിന്നെ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണ് കാണുന്നത് എന്ന ഡയലോഗ് ഓടിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളത്. ഇത് രണ്ടും ഡയലോഗ് ഓടിക്കാതിരുന്നതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ സ്വന്തം ഫാമിലിയുടെ ഒരു വാല്യൂ നഷ്ടപ്പെടുന്നതാണ്. ഈ ഫാമിലി വാല്യൂ നഷ്ടപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ വാർത്ത വന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ആയിഷ ബഷീർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് മറ്റൊരു വാർത്ത ഉണ്ട്. ചതിയിൽപ്പെട്ട് ജീവിതം വഴിമുട്ടിയ സ്ത്രീകൾ പറയാനുള്ളത് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ആ എക്സ്പീരിയൻസ് പറയുന്നത് വെച്ചാൽ, ഒരു പെൺകുട്ടി ഇവരെ വിളിക്കുന്നു, ഇവരെ വിളിച്ച് സംസാരിക്കുന്നു. ആ പെൺകുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവരുടെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഇവർ പറയുകയാണ്. ഈ റീയൂണിയൻ്റെ കാലഘട്ടമാണല്ലോ. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരെല്ലാം അവിടെ ഒരു റീയൂണിയന് പോകുന്നു. ഈ പെൺകുട്ടി അവിടെ പോകാൻ നേരത്തെ അവിടെ ഒരു പഴയ കൂട്ടുകാരനെ കാണുന്നു. 10ാം ക്ലാസ്സിൽ ഒരു 45 വയസ്സുണ്ട്. 10ാം ക്ലാസ്സിൽ അന്നത്തെ കാലത്ത് 10-20 വർഷം മുമ്പുള്ള കാര്യത്തെ പറ്റിയൊക്കെയാണ് ഇവർ റീയൂണിയന് പോയിട്ട്. സാധാരണ ഈ റീയൂണിയനൊക്കെ പോകുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെച്ച് നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് പാട്ടും പാടി ഫുഡും കഴിച്ചൊക്കെ തിരിച്ചു വരുന്ന കാര്യമാണ്. പക്ഷേ ഇതിനകത്തെ കാര്യം എന്ന് വെച്ചാൽ, അവിടെ ചെന്നപ്പോൾ പണ്ട് ഈ പെൺകുട്ടിയോട് ഇഷ്ടമുള്ള ഒരാളെ അവിടെ വെച്ച് കാണുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇതൊക്കെ അപ്പോഴും തുറന്നു പറയുകയാണ്. അന്ന് പറയാൻ ബോധമില്ലാത്തവനൊക്കെ ഇപ്പം പറയാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആ സമയത്ത് പറയാൻ പറ്റുന്നത് ഇപ്പം മറ്റൊരാളുടെ ഭാര്യയോടാണ് പറയുന്നത്. അങ്ങനെ ഇവർ ഫോൺ നമ്പറൊക്കെ കൈമാറിയതിന് ശേഷം ഡെയിലി രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നു, ഗുഡ് നൈറ്റ് പറയുന്നു, വിഷയങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോഴേ മനസ്സിലാക്കിക്കോണം. ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ, ഇവിടെ പലരുടെയും വിചാരം എന്താ വെച്ചാൽ, വീട്ടിൽ ചിലപ്പം ചില ആൾക്കാർ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും പറയത്തില്ലായിരിക്കും. അത് ചിലപ്പം പറയാൻ പറ്റത്തില്ലായിരിക്കും. ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ലായിരിക്കും. ഈ സമയത്ത് അപ്പുറത്ത് ഒന്ന് ട്യൂൺ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാരുന്ന് ഗുഡ് മോർണിംഗ് അളിയാ, ഗുഡ് മോർണിംഗ് മോളെ എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് കുറച്ച് ആൾക്കാർ വീഴും. സ്വന്തം വീട്ടിൽ റൂമിനകത്തുള്ള കുട്ടിയെയും ഭർത്താവിനെയൊക്കെ മറന്നിട്ട് പ്രൈവറ്റായിട്ടിരുന്ന് ചാറ്റ് ചെയ്യും, വീഡിയോ കോൾ ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ പഴയ കൂട്ടുകാരൻ്റെ അപ്പുറത്ത് സ്വന്തം ഭാര്യയും മക്കളെയും മറന്നിട്ട് ഇങ്ങോട്ട് മാറിയിരുന്നിട്ട് ഇവരോട് വീഡിയോ കോൾ ചെയ്യും, ചാറ്റ് ചെയ്യും. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറാണ്, ഏട്ടായി ഭയങ്കര സ്നേഹമാണ്. അവസാനം കാണണം എന്നുള്ള രീതിയിൽ പെൺകുട്ടി ചെല്ലാൻ നേരത്തെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അളിയൻ്റെ കയ്യിൽ മറ്റേ വീഡിയോ റെക്കോർഡെല്ലാം ഇരിക്കുകയാണ്. ഇവരിരുന്ന് പ്രൈവറ്റായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതും സ്വന്തം റൂമിനകത്തിരിക്കുന്ന ഭർത്താവിനെ പറ്റി കുറ്റം പറയുന്നതെല്ലാം മറ്റേ പുള്ളിക്കാരൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവസാനം കാര്യങ്ങളൊക്കെ എന്താവും, ഇതിൻ്റെ ലാസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണമല്ലോ. വേറൊരാളുടെ ഭാര്യയോട് എന്തായാലും കല്യാണം കഴിക്കാനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. എന്താ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. ഞാനിത് പച്ച മലയാളത്തിലൊന്നും പറയുന്നില്ല, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി പല ആൾക്കാരും ഇവിടെ ഭയങ്കര രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനകത്ത് പോയിട്ട് കുറേ ആൾക്കാർ വീണിട്ട് ജീവിതം അലുകുലുത്തായി പോകുന്ന ആൾക്കാരും ഉണ്ട്. നല്ല സുഖമായിട്ട് ചില ആൾക്കാർ ഗൾഫിലൊക്കെ ഭർത്താവുള്ള ഭാര്യമാരൊക്കെ ഉണ്ട്. ഗൾഫിൽ നിന്ന് ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യും, അവിടുന്ന് സാലറി അയച്ചു കൊടുക്കും. ചേച്ചിമാർ ഇവിടെ ഇരുന്നിട്ട് പല ആൾക്കാരോടും ചാറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ചേട്ടന്മാരുണ്ട്. ഇവരൊക്കെ എന്നിട്ട് ഒളിച്ചോടിപ്പോവും. ഇവരങ്ങ് ഒളിച്ചോടിപ്പോവും.
ഇത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഭർത്താവ് ഈ കൊച്ചിനെ വരെ ഇല്ലാതാക്കിയിട്ട് ഒളിച്ചോടി പോകുന്ന അമ്മമാരുടെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. കാമുകനോടൊപ്പം ഒളിച്ചോടി പോയി, അവസാനം എന്തോ പോലീസ് പിടിക്കും, ജയിലിൽ കൊടുക്കണം. ഇതിനൊക്കെ ഒന്നും ബോധമില്ല. കുട്ടിയായാലും സ്വന്തം കുഞ്ഞിനെ കടലിലെറിഞ്ഞ ഒരു അമ്മയെ പറ്റി കാമുകനോടൊപ്പം ഒളിച്ചോടി, ഇത് പോലീസ് പിടിക്കും, ഇവർ ജയിലിൽ പോകുന്ന ചിന്തിക്കാനുള്ള ബോധ്യം പോലും ഇല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് പോകണം. ഒരു പാവം പിടിച്ചവൻ ഗൾഫിലെങ്ങാനും പോയിട്ട് കുറേ കഷ്ടപ്പെട്ട് പൈസ കഴിഞ്ഞിട്ട് അയക്കും, ഇതൊക്കെ കൊണ്ട് അടിച്ച് പൊളിച്ച് ജീവിക്കും, സുഖമായിട്ട് AC ക്കകത്തൊക്കെ കിടന്നുറങ്ങും. എന്നിട്ട് അയാളെയും പറ്റിച്ചിട്ട് പോകുന്ന പല പരിപാടിയും നമ്മൾ അടുത്ത് കണ്ടുകൊണ്ടിരിക്കണം. കുറച്ച് ഈ അടുത്ത കാലത്തെ ട്രെൻഡ് എന്ന് പറയുന്നിടത്ത് കല്യാണത്തിന് അന്ന് ഒളിച്ചോടി പോകുന്ന കുറച്ച് ടീമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതിനിടയ്ക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ല. നാട്ടുകാരെയും വിളിച്ച് സദ്യ ഒരുക്കി കല്യാണത്തിൽ വരാൻ നേരത്ത് ഒളിച്ചോടി പോവാം. ഇതൊരു ട്രെൻഡായിരുന്നു. ഇപ്പോൾ അത് മാറിയെന്ന് തോന്നുന്നു. പിന്നെ ഒളിച്ചോട്ടമൊക്കെ മാറുന്നതെന്ന് പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഒരുത്തം വന്ന് കുറച്ചൊന്ന് ട്യൂൺ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സ്ത്രീ വന്നിട്ട് ഇതുപോലെ ട്യൂൺ ചെയ്യും, ഇവർ ഒളിച്ചോടി പോവുക. അവസാനം ഇങ്ങനെ പോകുന്നവരുടെയൊക്കെ ലൈഫ് വെറുതെ കോഞ്ഞാട്ടേ പോകുന്നത്. ഇതൊന്നും സ്നേഹം കൊണ്ടല്ല, ബാക്കി എന്തിനാണെന്ന് അറിയാമല്ലോ. ഇതൊന്നും സ്നേഹം കൊണ്ടൊന്നും അല്ല, ഇവരുടെയൊക്കെ ജീവിതം കോഞ്ഞാട്ടി പോകും. ഇതുപോലെ 10-18 വയസ്സുള്ള പെൺകുട്ടികളുടെ ഒരു സ്റ്റൈലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കോളേജിലൊക്കെ പോയി പഠിക്കും. ഇതിനൊന്നും പലപ്പോഴും ഇവർക്ക് ബോധം വന്നിട്ടില്ലാത്ത പ്രായമായിരിക്കും, ഒട്ടും ബോധമില്ലാത്ത. അപ്പോൾ ഇവർ കാണുന്ന ഒരു ഹീറോ എന്നൊക്കെ പറയുന്നത് ചിലപ്പം ബസ്സിലെ കിളിയായിരിക്കും. ഞാൻ ഇവരുടെ ജോലിയെ കളിയാക്കാറില്ല, പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബസ്സിലെ കിളി, അല്ലെങ്കിൽ ഈ കോളേജിൻ്റെ ഫ്രണ്ടിൽ കുറേ എണ്ണം വെളിവില്ലാത്ത കുറേ എണ്ണം ബൈക്ക് അരപ്പിച്ച് സൗണ്ട് ഉണ്ടാക്കി പെൺകുട്ടികളെയൊക്കെ ഷോ കാണിച്ച് നടക്കുന്ന കുറച്ച് ടീമുണ്ട്. കുറേ വ്യാളി പരിപാടി കാണിക്കുന്ന കുറേ ടീമൊക്കെ വരും ഈ കോളേജിൻ്റെ ഫ്രണ്ടിൽ, സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ. ഇതിനെയൊക്കെ പെട്ടെന്ന് പെൺപിള്ളേർ സൂപ്പറായിട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇഷ്ടപ്പെടുക, ഒളിച്ചോടി പോവുക. 18 വയസ്സൊക്കെ ആകുമ്പോൾ ഒളിച്ചോടി പോകും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒളിച്ചോടി പോവുക. അതിൻ്റെ അവസാനം എന്ത് പറ്റുമെന്നറിയാം, ഒരു 10-22 വയസ്സാകുമ്പോഴത്തേനും ഒരു ബോധമൊക്കെ ഒന്ന് ഉദിച്ച് വരും. ഒരു കൂടെ പഠിച്ച കൂട്ടുകാരിക്ക് ചിലപ്പോൾ നല്ലൊരു PSC ജോലി കിട്ടുന്നു. 25 വയസ്സാകുമ്പോൾ ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ വീട്ടുകാർ കെട്ടിച്ച് വിടുന്നു. അവരൊരു ഫാമിലിയൊക്കെ മുമ്പോട്ട് പോകാൻ നേരത്ത് ഇപ്പുറത്തിരുന്നിട്ട് ഈഗോ അടിക്കാൻ തുടങ്ങും. 18 വയസ്സ് ചാടി പോവുകയും ചെയ്തില്ല, അവൻ ചുമ്മാ കണ്ട MDMA അതും ഇതുമൊക്കെ അടിച്ച് ബസ്സിനകത്ത് ബഹളവും വെച്ച്. ഇത് ബസ്സിനകത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പെൺകുട്ടികളെ ആൺകുട്ടികളായാലും ചില ഒരു ടൈമിൽ ഇവരുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ചില പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ആ ഇഷ്ടങ്ങളുടെ പേരിലൊക്കെ പല ആൾക്കാരും പോയിട്ട് കൂടെ പഠിച്ച കൂട്ടുകാരി പിന്നൊന്ന് ലൈഫ് സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ എവിടെയൊക്കെ കല്യാണമൊക്കെ കഴിച്ച് പോയി ഒന്ന് സെറ്റാകുമ്പോഴായിരിക്കും ഇവർക്ക് ബോധം വരുന്നത്, എൻ്റെ ജീവിതം പോയല്ലോ എന്നുള്ള രീതിയിൽ. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല? ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാനിവിടെ ആരുടെയും ജോലിയെ പറ്റിയല്ല പറയുന്നത്. ഇപ്പം പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാരോട്, അല്ലെങ്കിൽ കിളികളോട്, അല്ലെങ്കിൽ ഡ്രൈവർമാരോട്, അല്ലെങ്കിൽ ഈ റോഡിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഷോ കാണിക്കുന്ന വ്യാളി പരിപാടി കാണിക്കുന്ന പയ്യന്മാരോട്, ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ബഹളം വെക്കുന്ന സൈലൻസറൊക്കെ കളഞ്ഞിട്ട് വെറുതെ ഈ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നൊക്കെ ഷോ കാണിക്കുന്ന കുറച്ച് ടീമുണ്ട്. ഞാൻ ഇവരുടെ ആരുടെയും ജോലി വെച്ചല്ല സംസാരിക്കുന്നത്. ഇങ്ങനെ കുറേ ടീംസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇങ്ങനെ കുറേ ടീംസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ പെമ്പിള്ളേർ ചാടിയൊക്കെ പോകും, ചുമ്മാ ചാടിയും പോകും. വീട്ടിലുള്ള അച്ഛനെയും അമ്മയൊക്കെ മറന്നിട്ട് അതുവരെ ഫുഡും കൊടുത്തിട്ട് ജീവിക്കാനുള്ള വസ്ത്രം എടുത്തു കൊടുത്ത് ലൈഫ് സുഖമാക്കാൻ വേണ്ടി അവർക്ക് എവിടെ പഠിക്കേണ്ടടുത്ത് പഠിക്കാൻ വിട്ട് ഒന്ന് സെറ്റായി വരട്ടെ എന്ന് വിചാരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഇവിടെയൊക്കെ ചാടിപ്പോവും. വല്ലതൊക്കെ ചാടിപ്പോയിട്ട് ഒരു കാര്യമില്ലാത്ത ചില ഫാമിലി ചെന്നങ്ങ് പെട്ടിട്ട് അവരുടെ ലൈഫ് കോഞ്ഞാട്ടായി പോകും എന്ന് പറഞ്ഞാൽ കോഞ്ഞാട്ടായി പോകും. ഇങ്ങനെ പോയിട്ടുള്ള കുറേ ടീമുണ്ട്. അപ്പോൾ ബോധം വരിക എന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയാണ്. അത് ഈ ഓട്ടോക്കകത്തിരുന്ന് ഒളിച്ചോടിപ്പോയ ചേച്ചിയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയായാലും, ഈ കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ട് ബെല്ലടി കേട്ടുകൊണ്ട് ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളായാലും, അതുപോലെ ഈ കോളേജിൻ്റെ ഫ്രണ്ട് ഈ വ്യാളിപ്പരിപാടി ഈ ബൈക്ക് ഇട്ട് കാണിച്ച് എയർപീരൊക്കെ കാണിച്ച് ഷോ കാണിക്കുന്ന കുറച്ച് ലവന്മാരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊക്കെ ആ സമയത്തെ ഒരിതാണ് കേട്ടോ. ഒരു 26-27 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാകത്തുള്ളൂ. അപ്പോഴത്തേന് ചിലപ്പം ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ലൈഫ് ഗോപി വരയ്ക്കും. അല്ലാത്തവരാണെന്നെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിലൊക്കെ നിന്ന് അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി ലൈഫ് സെറ്റാവും. ബാക്കി എന്നൊക്കെ ദുരന്തൻ. ഈ കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ പിന്നാലെ പോകുന്നതും അതും ദുരന്തമായി പോയിട്ടേ ഉള്ളൂ. ഇതൊന്നും വലിയ സക്സസ് റേറ്റ് ഒന്നുമില്ല. ഈ ഒളിച്ചോടി പോകുന്ന ഈ വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഭാര്യമാർ, അല്ലെന്നുണ്ടെങ്കിൽ ഈ 18 വയസ്സിലെ കൗതുകത്തിൻ്റെ പുറത്തൊക്കെ ചാടിപ്പോകുന്ന പെൺപിള്ളേരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 10-21 വയസ്സാകുമ്പോൾ ചാടിപ്പോകുന്ന ആൺപിള്ളേരൊക്കെ ഉണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും സക്സസ് അല്ല.
ഇതൊക്കെ വേറെ ഉദ്ദേശത്തിൻ്റെ പുറത്തൊക്കെ പോകുന്നതാണ്. അവസാനം ജീവിതം കോഞ്ഞാട്ടിയായി പോയിട്ട് ഇതൊന്നും റെഡിയാവുന്ന കേസല്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ.